കൊഞ്ച് തോരൻ ഉണ്ടാക്കാൻ പോവാണേ. ഞാൻ കൊഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടേക്കുക. ഇവിടെ വലിയ കൊഞ്ച് അങ്ങനെ മുഴുവനായിട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ തോരന് വേണ്ടിയിട്ടാണ് ഇത്. എന്താണ്, താളിച്ച് വഴറ്റി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വഴറ്റാണ്ട് തന്നെ നമ്മൾ പച്ചയ്ക്ക് തന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് കൊഞ്ച് കട്ട് ചെയ്തതും ഇഞ്ചി ചെറുതായിട്ട് കുനുകുന അരിഞ്ഞതും ഉള്ളിയും, ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിനി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം എല്ലായിടത്തും പിടിക്കുന്നത് പോലെ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ ഞാൻ മസാല ചേർക്കുന്നില്ല. മസാലയുടെ മണം ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. എനിക്ക് അതിനേക്കാളും ഇഷ്ടം ചെറിയ ജീരകം ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ജീരകം ചേർത്തിട്ടുള്ള തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് തന്നെ ഇതിനോടൊപ്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനകത്ത് ഗരം മസാല ചേർത്തിട്ടില്ല. ഇതിന് നല്ലോണം തിളച്ച് ഒന്ന് അര വേവായി വരുമ്പോഴത്തേക്കാണ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ച് വരുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ഗരം മസാലയാണെങ്കിലും അതും നല്ലതാണ്. എല്ലാവരും എപ്പോഴും ഗരം മസാല യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ചെമ്മീൻ പോലുള്ള കറികളുണ്ടാക്കുക. ഇപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കണം. തേങ്ങയും കറിവേപ്പിലയും ഇച്ചിരി ജീരകവും, ഒത്തിരി ഇല്ല കേട്ടോ, ഇച്ചിരി മാത്രം ജീരകമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഒരു മണത്തിന് വേണ്ടി മാത്രം. അതും കൂടി ഞാനിതിലേക്ക് ചേർക്കുക. സിമ്മിൽ തന്നെ വെച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് നേരം. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പാകത്തിനുണ്ട്. പിന്നെ ഇച്ചിരി കപ്പയ്ക്കൊപ്പമോ അങ്ങനെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇല്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നല്ലോണം വെള്ളമൊക്കെ നല്ലോണം വറ്റുന്നവരെ ഇത് ചെയ്തിട്ട് അടുത്ത് താളിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇറക്കാൻ പോകുന്നത്. ഇവിടെ ഒരല്പം നനവുണ്ടാവണം കറിക്ക്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിപ്പോൾ ഓഫാക്കുവാണ്. കടുകും മുളകും കറിവേപ്പിലയും കൂടെ താളിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. കണ്ടോ, ഇതാണ്, ഇങ്ങനെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.